ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്താ പറയുക, ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റാതായിട്ട് കുറേ ദിവസങ്ങളായി. നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പൊതുവേ ഞാനിങ്ങനെ നമ്മളെ സർജറിയൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് വയറിൻ്റെ ഉള്ളിൽ എൻഡോമെട്രിയോസിസ് ഉണ്ട്, നട്ടലിനുള്ളിൽ സിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് നമ്മളോട് ഡോക്ടർ പറഞ്ഞിരുന്നത് നമുക്കൊരു 3 മാസം മെൻസ്ട്രേഷൻ നിർത്തി വെച്ച് നോക്കാം, എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടോ എന്ന് നോക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു മാസം അങ്ങനെ മരുന്ന് കഴിച്ചെങ്കിലും സാധാരണ എല്ലാവർക്കും പീരിയഡ് സ്റ്റോപ്പ് ആവുന്നതാണ്. നമ്മളെ നിർഭാഗ്യവശാൽ ആ ഗുളിക കഴിച്ചിട്ടും നല്ല പെയിനും പീരിയഡൊക്കെ ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായി. അപ്പോൾ ഡോക്ടർ രണ്ടാമത് വേറെ ഗുളിക തന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സർജറി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിൽക്കാക്ക് വന്നിട്ട് ചെയ്യാൻ, കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് നമുക്കറിയാലോ 3-4 മാസം നല്ല കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് വേണം. ഓപ്പൺ സർജറിയും കൂടാണ്. 3 സർജറി ചെയ്യാനൊരു സമയം. അപ്പോൾ വയറിൻ്റെ മസിലിലാണ് ഈ എൻഡോമെട്രിയോസിസ് ഒട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മസിലിൻ്റെ ഏരിയ കട്ട് ചെയ്തിട്ട് അവിടെ മെഷ് ഫിറ്റ് ചെയ്യാമെന്നായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ മിംസിൽ പോയി. ഇതിനിടയ്ക്ക് മിനിയാന്ന് BP കൂടി. ഒന്നാമത് ഞാൻ വയനാട്ടിലെ ദുരിതം കാണും കരയും ഇതന്നെ പണി. ന്യൂസ് കാണുക, കരയുക, ന്യൂസ് കാണുക. എന്നെപ്പോലത്തൊരു സാധാരണക്കാരായ അമ്മമാരൊക്കെ തന്നെ കരയുന്നുണ്ടാവും. എല്ലാ ആളുകളും ഹൃദയത്തിൽ മനുഷ്യത്തുള്ള ആർക്കും കരയാതിരിക്കാൻ കഴിയില്ല. രാവിലെ ചപ്പാത്തിയാക്കുക, ഇത്തിരി ദോശൻ്റെ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കൂളിലേക്ക്, കാരണം ഇന്ന് 9:30 ഹോസ്പിറ്റലിൽ എത്തണം. അല്ലെങ്കിൽ സ്കാനിങ് നല്ല തിരക്കായിട്ടുണ്ടോ, പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നിടത്ത്. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് രാത്രിയാണ് കടയുന്നതൊന്നും ഇല്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് മാവ് അരച്ചില്ല, അരിയും തേങ്ങയും ചോറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇത് അരച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പം ചൂടാം. രാത്രിയോട് കൂടി എത്തും. കമ്പനി ടിക്കറ്റൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം കൊണ്ട് സ്വന്തം ടിക്കറ്റ് എടുത്ത് പോരുകയാണ്. പിന്നെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് കുറച്ച് ദിവസമായിട്ടല്ല കുറച്ചായിട്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നട്ടല് തകരും. പ്രത്യേകിച്ചും ഇടത്തരക്കാരുടെ. നമ്മളൊക്കെ ഇടത്തരക്കാരാണ്. നമ്മൾ കഷ്ടപ്പാടും ഇല്ല, സമ്പാദ്യവും ഇല്ലാത്ത ജീവിതമാണ് നമ്മളതൊക്കെ. ഒരാളെ മുന്നിൽ കൈ നീട്ടിയോ അല്ലെങ്കിൽ ഇതുവരെ നമ്മളൊരു പ്രയാസത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല. ചെറുതായാലും ഉള്ള ജീവിതം നല്ലതായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മളെ സാധാരണക്കാർ നട്ടം വലയും. നട്ടം കണ്ടെന്ന് പറഞ്ഞാൽ പറ്റ പാവങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉണ്ടായും ചെയ്തോട്ടെ, ആളുകൾക്ക് സഹായം കിട്ടുകയും ചെയ്യട്ടെ. നമുക്ക് ആ കാര്യത്തിൽ സന്തോഷമുള്ളൂ. നമുക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ള സങ്കടമേ ഉള്ളൂ അല്ലേ? ഒരാളെ സങ്കടം കാണുമ്പം എല്ലാവരും 10,000 കൊടുക്കുമ്പോൾ നമ്മൾ 100 കൊടുക്കാൻ ശ്രമിക്കില്ല, കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും. കാരണം ആരെ എപ്പോഴും സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ആ ഉരുൾ പൊട്ടിയതിന് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് ഉള്ളു തുറന്ന് തിരിച്ചിട്ടേ ഇല്ല. ഹൃദയത്തിലൊരു ഭാരം കൊണ്ടുപോയി വെച്ച പോലെയാണ്. അപ്പോൾ അത് ആ ന്യൂസുകൾ കാണും കരയും, ന്യൂസ് കാണും കരയും. അപ്പോൾ നമുക്ക് തന്നെ ഓൾറെഡി ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏകദേശം 1.5 ലക്ഷം രൂപയിലേറായി ഇപ്പോൾ ഈ 5-8 മാസം കൊണ്ട്. ടെസ്റ്റുകളും സ്കാനിങ്ങുകളും മരുന്നുകളും ഡോക്ടർമാരെ കാണലും യാത്രാ ചെലവും എല്ലാം അതിന് നല്ലൊരു ബാധ്യതയാണ്. സർജറി ചെയ്യാൻ ഏകദേശം 3 ലക്ഷം രൂപ വേണം. 2,60,000. അപ്പോൾ ഇന്നലെ തന്നെ മാത്രം 10,000 രൂപയായി. ഇന്നലെ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്നപ്പം നമ്മൾ ആദ്യം ഗൈനക്കോളജിയിൽ പോയി. അപ്പം മാം പറഞ്ഞു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ ജനറൽ മെഡിസിനെ പോയി കാണിച്ചു. അത് കാണിച്ച് സാർ അവിടുന്ന് BP-ൻ്റെ ഗുളികയും തൈറോയിഡിൻ്റെ ഗുളികയും ഒക്കെ സജസ്റ്റ് ചെയ്തു. അത് അവിടുന്ന് വീണ്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അങ്ങനെ സർജനെ കാണിക്കാൻ പോയി. അപ്പോൾ സർജനെ കാണിക്കാൻ പോയപ്പോൾ സാറ് എവിടെ ഇല്ല, സാറ് തിയേറ്ററിൽ പോയി. ഞങ്ങൾ എക്കോ ഒക്കെ എടുത്ത് വന്നപ്പോൾ സാറ് തിയേറ്ററിൽ പോയി. പിന്നെ ഞങ്ങൾ വന്നിട്ട് പിന്നെ സർജനെ കാണിച്ചു ലാസ്റ്റ്. പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്താരെ പിന്നെ എന്താ പറയുക ഗൈനക്കോളജിക്ക് തന്നെ പോയി. അപ്പം മാം നമ്മൾ ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കണം.
അതായത് നട്ടെല്ലിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റും. നട്ടെല്ലിന് ഇത്രയും പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നായിട്ട് അനസ്തേഷ്യ കൊടുക്കണോ. പിന്നെ അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്നലെ 10 മണിക്ക് ഹോസ്പിറ്റലിലെത്തിയിട്ട് തിരിച്ചു പോരുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോൾ സർജനെ കണ്ട സമയത്ത് സർജൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മുഴ കുറച്ച് തടിപ്പ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സാറ് പറഞ്ഞ എൻ്റെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് എൻഡോമെട്രിയോസിസ് ഉള്ളത്. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് എത്ര ഏരിയയിലാണോ ഉള്ളത് 3 സെൻറ്റിമീറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അത്ര ഏരിയയിലാണോ ഉള്ളത് അത്ര ഏരിയ കട്ട് ചെയ്തിട്ട് അവിടെ മെഷ് വെക്കാമെന്ന്. നമ്മൾ നെറ്റ് വെക്കാറില്ല, അതന്നെ മെഷ്. മെഡിക്കൽ വേർഡ് നെറ്റ് മെഷാണ്, അത് വെക്കുക എന്നുള്ളതാണ് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് പഠിച്ചോൻ തന്ന മാതിരി നമ്മളെ ദൈവം സൃഷ്ടിച്ച പോലെ ആവില്ലല്ലോ നമ്മൾ മനുഷ്യരുണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ആ ഏരിയ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ടല്ലോ. ഹെർണിയൻ്റെയോ ഗർഭപാത്രത്തിൻ്റെയോ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കുറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർജറി ഒഴിവാക്കിയിരുന്നു വിചാരിക്കുക ഞാൻ. കാരണം ഗർഭപാത്രത്തിൽ അത്രമാത്രം പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കുറഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിൽ വെറുതെ ഇത്രയും വലിയൊരു മേജർ സർജറി ഓപ്പൺ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പറയാനൊക്കെ എളുപ്പമാണ്. മേജർ സർജറി ഓപ്പൺ സർജറി അതൊന്നും അത്ര പ്രശ്നമില്ല, കുറച്ച് റെസ്റ്റ് എടുത്താൽ. പക്ഷെ നമുക്ക് പഠിച്ചോ നിന്ന ശരീരമല്ല, നമ്മൾ കീറി മുറിച്ച് അതിൻ്റെ അവയവങ്ങളൊക്കെ കട്ട് ചെയ്ത് വേറൊക്കെ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റേതായ പ്രോബ്ലംസൊക്കെ അതിനുണ്ടാവും. നമ്മളെ മക്കളൊക്കെ ചെറുതല്ലേ, നമ്മൾ പിന്നെയും കൂടുതൽ ദുരിതത്തിലാവണേക്കാളും. അപ്പോൾ ഇന്നെന്താ പറയാറില്ല. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി 10 മണിക്ക് പോവും. അങ്ങനെയാണ് ഇത് കുറയുകയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് പറയാൻ വിചാരിച്ചത് നമുക്ക് കുറച്ചും കൂടെ മരുന്ന് കഴിച്ച് നോക്കിയിട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. പിന്നെ ബാക്ക് പെയിൻ്റെ സർജറി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ബാക്ക് പെയിനാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഒറ്റ മരുന്ന് കഴിക്കാതെ നിൽക്കാൻ ഒരു വേദന ഇല്ലാത്തൊരു സമയമില്ല. അപ്പോൾ ബുദ്ധിമുട്ടുള്ളത് ചെയ്യുക, മറ്റേതവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ഇപ്പോൾ 14-ാം തീയതിയാണ്, 13-ാം തീയതി അഡ്മിറ്റ് ആവണം, 14-ാം തീയതി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അന്ന് പോയി നോക്കട്ടെ, ഒന്ന് സ്കാൻ ചെയ്തിട്ട്. ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിങ്ങനെ ഒന്നും ആയിത്തീരും നമ്മൾ വിചാരിക്കൂലല്ലോ. സൂപ്പർ ചാറ്റും സൂപ്പർ താങ്ക്സൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് വ്യൂസൊന്നും ആയിട്ടില്ല നമ്മളെ ചാനലിൽ. പിന്നെ വീഡിയോ ഇടലുമില്ല. ഞാൻ പതിവ് ലൈവാണ് വരലുള്ളത്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ കാരണം അടുക്കളയത്ത് എന്തെങ്കിലും വീഡിയോ എടുക്കുക ചെയ്യുന്ന സിമ്പിൾ ഫുഡ് തന്നെ. തക്കാളി താളിപ്പോ അല്ലെങ്കിൽ തക്കാളി കടുകും ബിരിയാണി മസാലയും ഇതൊക്കെ ഇട്ടുകൊണ്ട് അതിക്ക് ചോറാണ് മിക്സ് ചെയ്യുക. ഒരു കോഴിമുട്ടി പൊട്ടിച്ച് വയ്ക്കേക്ക് ചോറ് മിക്സ് ചെയ്യുക. ഒരു ചമ്മന്തിയോ പപ്പടോ എന്തെങ്കിലും കൂട്ടിയാൽ ചോറ് ഇങ്ങനെയൊക്കെയാണ് കുറേ ദിവസങ്ങളായിട്ട്. കാരണം ജീവിതം മുന്നോട്ട് പോകണമല്ലോ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. എനിക്ക് അധികം ഇങ്ങനെ ഹെവി ഫുഡൊന്നും നിന്ന് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും സിമ്പിൾ ഫുഡിലായിട്ട് കാലങ്ങളായി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. വാങ്ങി കഴിക്കണേ പിന്നെ നമ്മൾ വാങ്ങി കഴിക്കും. കാരണം അധികം ദിവസം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റാതെ കുറേ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങി കഴിക്കും. ഒക്കെ വേണമല്ലോ ഒത്തു പോവുക. നമുക്ക് വയ്യാന്നുള്ളത് നമുക്കറിയണം. മക്കൾ പാവല്ലേ, പോയിട്ട് എന്താണെന്ന് അറിയാം. ഞാൻ പിന്നെ പോകുമ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ പ്രധാനമായിട്ട് അവിടുന്ന് ഒരാളെ കാണുമ്പോൾ ടി ഫാമിലി ഉണ്ടല്ലോ, വയനാടാണ് ഒരു വീട് വന്നത്. ഷെമി ആൻഡ് എന്താ ചെക്കൻ്റെ പേര് ഞാൻ മറന്നുപോയി. എടുക്കാനോ പറയാനോ ഒക്കെ മടിയായിട്ട് ഞാനും ഒന്ന് വിഷ് ചെയ്തിട്ടുള്ളൂ. പരിചയപ്പെടണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര മടി. അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മൾ യൂട്യൂബിൻ്റെ പടിവാതിക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ. എനിക്ക് പോയി വർത്താനം പറയാനൊക്കെ ഒരു മടി. അപ്പോൾ ഞാൻ ഭാര്യ വന്നില്ലേ ചോദിച്ച് ഞാൻ പിന്നാണ് പോയി. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രശസ്തരായ യൂട്യൂബറിനൊക്കെ പുറത്തുനിന്ന് കാണുന്നത്. പക്ഷെ എൻ്റെ മടിയുണ്ട്, എനിക്കങ്ങനെ പെട്ടെന്ന് കയറി വർത്താനം പറയാൻ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കണ്ടു ആ ഒരു സന്തോഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത 14-നാണ് നമ്മൾ സർജറി ഫിക്സ് ചെയ്തത്. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് ഇന്നത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ.
പിന്നെ അങ്ങനെ പുറത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇന്നലെ രാവിലെ പോയിട്ട് ഇന്നലെ കിടക്കുകയാണെങ്കിൽ 2 ദിവസം ഇടാൻ മാത്രമുള്ള വീഡിയോ ഉണ്ട്. അത്രയും ഇന്നലെ ഡോക്ടർമാരെ കാണലും ചെക്കപ്പിന് പോകലും പിന്നെ നമ്മളെ കൂടെ വീഡിയോ എടുത്തരാനും ആരുമില്ലല്ലോ. എനിക്കിങ്ങനെ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. പുരേന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നല്ലാതെ അതിനുള്ളൊരു ഒരു ഗഡ്സ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇത് നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ഈ സർജറിയൊക്കെ കഴിഞ്ഞ് എന്നാൽ നിങ്ങളെ മുന്നിൽ ഞാൻ വരികയെന്നറിയില്ല. പക്ഷെ ഞാൻ ലൈവ് വരുമ്പം പ്രിയപ്പെട്ട കൂട്ടുകാരങ്ങളൊക്കെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഏതായാലും നമ്മളെ നോക്കുന്നതും നമ്മളൊക്കെ ചെയ്യണത് നമ്മളെ വ്യാപടമാണ്. കാരണം ഓരോ കയ്യിൽ കിട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള എല്ലാ സംഗതികളും നടന്നിട്ടുള്ളത്. പിന്നെ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്തെങ്കിലും കൂട്ടത്ത് കൂട്ടാൻ നമുക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. പലരും ഒരുപാട് കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഒന്നാമത് നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മളെ ജീവിതത്തിൻ്റെ ഉള്ളറിയുന്നവർ നമ്മളാണല്ലോ. നമ്മളെ വേദനകൾ ഏറ്റവും കൂടുതൽ നമുക്കേ അറിയുള്ളൂ. അത് അപ്പുറത്തൊന്നും കുറ്റം പറയണവർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനും താല്പര്യം ഉണ്ടാവില്ല, കഴിയൂല. നമ്മൾ പറയും നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരും വീണ്ടും പറയാം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാരണം ചെടീൻ്റെ വീഡിയോ ഒന്നും എടുക്കാനോ കുറേ ചെടിയൊക്കെ നാശമായി പോയിട്ടോ. ഒരുപാട് ചെടികൾ മഴയൊക്കെ കൊണ്ട് ചീഞ്ഞു പോയി. ദാർപ്പായൻ്റെ ചുട്ടിൽ ഞാൻ വെച്ചിരുന്നു, പക്ഷേ ദാർപ്പായ കാറ്റത്ത് പൊട്ടിപ്പോയി. പിന്നെ അതൊക്കെ വലിച്ച് കെട്ടാനോ ഒന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് കുറേ ചെടിയൊക്കെ ചീഞ്ഞു പോയി. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ കാരണമാണല്ലോ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രയാസത്തിൻ്റെ ഭർത്താവ് അനുഭവിക്കുന്നതെന്നുള്ള നല്ല വിഷമം എനിക്കുണ്ട്. ഒന്നും കൊടുക്കാൻ നമ്മളെ അടുത്തില്ല, പാരമ്പര്യമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുമില്ല. പിന്നെന്താ പറയുക, പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒക്കെ ഷിഫ ആവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് കൊണ്ട് തിരക്കുള്ള സമയമാണ്. പിന്നെ അപ്പോൾ ഒരുപാട് സമയം വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ചിപ്സും കട്ടനും കഴിക്കുക കേട്ടോ. തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് ഒരു തൊണ്ടക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നല്ല തലവേദന ഉണ്ട്. സർജറിയൊക്കെ അടുത്തായിട്ടാണോ അറിയില്ല. നമുക്ക് പറയുന്ന എളുപ്പമൊന്നും ഉണ്ടാവില്ല. മക്കളൊക്കെ ചെറുതായതുകൊണ്ട് നമുക്കൊരു കിടക്കുമ്പോൾ മനസ്സൊക്കെ സമാധാനം ഉണ്ടാവില്ല. കാരണം കുട്ടികൾ വികൃതി അണിക്കും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉമ്മാരാകുമ്പോൾ എത്ര വികൃതിയായിട്ടാലും ഓൽക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും ഓല കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നമ്മളോലം വേറെ ആരും ഉണ്ടാവില്ല, ഏത് ഉമ്മ ആയാലും. കാരണം കുട്ടികളെ മാനറിസങ്ങൾ അറിയാൻ നമ്മൾക്കാണ്. ഓൽക്ക് എന്താണ് ഇഷ്ടം, ഓലെ എങ്ങനെ പെരുമാറും, ഓലെങ്ങനെ. പിന്നെ എക്സാമൊക്കെ ആയി കുട്ടികൾക്ക് ഒരു പരിപാടിയിൽ എനിക്കൊന്നും സഹകരിച്ചു കൊടുക്കും. മറ്റേ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഓരോ കൂടെ ഓർക്ക് എന്ത് പ്രോജക്റ്റ് വർക്കായാലും ചിത്രം വരക്കാനായാലും എന്തായാലും എനിക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മക്കളെ കൂടെ ഇതിനൊക്കെ ഇരുന്ന് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതൊന്നും സാധിക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്നാലും ഇപ്പോൾ മോള് സ്കൗട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ബുൾബുള്ളുണ്ട്, ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൾക്ക് നല്ല പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ അതിനൊക്കെ മുൻപന്തിയിലുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഇരിക്കാനോ പ്ലക്കാർഡ് ചെയ്യാനോ ഇന്നലൊക്കെ BP കൂടിയിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഓൾക്ക് ഭയങ്കര സങ്കടം. പിന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് വയ്യാത്തതുകൊണ്ടല്ലേ, സാരമില്ല കേട്ടോ. എനിക്ക് വിഷമമുണ്ട്, നമുക്ക് മനസ്സിലായി നമുക്ക്. അപ്പോൾ ഞാൻ വയ്ക്കുന്ന സമയത്തൊക്കെ എല്ലാ സംഗതിയും ചെയ്ത് കൊടുക്കണം ഞാൻ. അപ്പോൾ ആക്കൊരു വിഷമം, മക്കളെ കാര്യങ്ങളൊക്കെ അവതാളത്തിൽ പിന്നൊക്കെ നമ്മളെ കണ്ടിട്ടല്ലല്ലോ അല്ലേ പഠിച്ചോ, നമ്മളെ മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു വയനാട് ഒരു നിമിഷം കൊണ്ട് അച്ഛനെയും ഒക്കെ ഇല്ലാതായ മക്കളുണ്ട്, മക്കളില്ലാതായ മാതാപിതാക്കളുണ്ട്. ഓരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണല്ലേ. അപ്പോൾ അനുഗ്രഹീതരാണ് നമ്മൾ, അങ്ങനെ വിശ്വസിക്കല്ല, സത്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരും. ഒരു അസുഖമൊക്കെ വരുമ്പോൾ കടങ്ങളൊക്കെ വീട്ടാനും റബ്ബ് ആയുസ്സും ആരോഗ്യമൊക്കെ എൻ്റെ വ്യാപകൾക്ക് കൊടുക്കട്ടെ. കാരണം മൂപ്പരെ അധ്വാനിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. മൂപ്പരെ സപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. പക്ഷേ അതും നമ്മൾ വിജയിക്കണം എന്ന് റബ്ബ് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളെ പ്രായവും നമ്മളെ ജീവിത സാഹചര്യമൊക്കെ മറന്ന്
നമുക്ക് റീച്ച് കിട്ടാനോ എന്തെങ്കിലും ചെയ്യാനുള്ള അങ്ങനെയൊന്നും പൈസ ഉണ്ടാവാനുള്ള ആഗ്രഹവുമില്ല. രക്ഷപ്പെടേണ്ടി രക്ഷപ്പെടട്ടെ, അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കി നമ്മൾ പരിശ്രമിച്ച് ആശ്വസിക്കാമല്ലോ നമുക്കല്ലേ. നമ്മളാലാവണ വിധം നമ്മളെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചല്ലോ എന്ന് വിചാരിക്കാമല്ലോ. ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിലവിളിക്കും. എനിക്കാണെങ്കിൽ ആൾക്കാരെ മുന്നിൽ നിന്ന് നിലവിളിക്കാൻ അത്രയും കുറവ് വേറെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.